യെസ്. സോ വാട്ട് ഇസ് ദ കംപ്ലീറ്റ്നെസ് ഓഫ് സെൻറ്റൻസ് ഷോ? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് എ സെൻറ്റൻസ്? വാട്ട് ഡു വി കോൾ എ സെൻറ്റൻസ്? സെൻറ്റൻസ് ഇസ് എ സെറ്റ് ഓഫ് വേർഡ്സ്, നമുക്കറിയാം അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സെറ്റ് ഓഫ് വേർഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സെറ്റ് ഓഫ് വേർഡ്സ് അല്ലേ? റാം ബ്രേക്ക്ഫാസ്റ്റ് ഈറ്റിംഗ് ഇസ്, ഇതൊരു സെൻറ്റൻസ് ആകുമോ ശരിക്കും പറഞ്ഞാൽ? ഇസ് ദിസ് എ സെൻറ്റൻസ്? ക്യാൻ ദിസ് ബി കോൾഡ് എ സെൻറ്റൻസ്? ഇതിനെ ഒരു സെൻറ്റൻസ് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. കാരണം ഇതിനെന്താണ്? ഒരു കംപ്ലീറ്റ് ഐഡിയ ഇല്ല, ഇതിനൊരു ലോജിക്കൽ ഓർഡർ ഇല്ല. നമുക്ക് എപ്പോഴും സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് ആൻ ഓർഡർ. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഓർഡർ? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. യു മൈറ്റ് ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ യുവർ ഫസ്റ്റ് സെം സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പ്രീവിയസ്ലി എഴുതിയിട്ടുള്ള വേർഡ്സിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം? റാം ഈസ് ഈറ്റിംഗ് ഓർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെയാണ് ഒരു ലോജിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഒരു സെൻറ്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതേണ്ടത്. സോ ദിസ് ഈസ് ദ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഓർഡർ. ദിസ് ഇസ് സബ്ജക്റ്റ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് കനോട്ട് ജസ്റ്റ് ബി കോൾഡ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഷുഡ് ഹാവ് എ ലോജിക്കൽ ഓർഡർ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സോറി ദിസ്. സോ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് ഒരു സെൻറ്റൻസിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസ് ഇസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻ എ സബ്ജക്റ്റ്, എ വേർബ് ആൻഡ് എ കംപ്ലീറ്റ് ഐഡിയ. വെറുതെ കുറേ വേർഡ്സിൻ്റെ ഒരു കളക്ഷൻ അല്ല സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ കംപ്ലീറ്റ് ഐഡിയ. ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് പ്രസൻസ് എ കംപ്ലീറ്റ് തോട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കംപ്ലീറ്റ് തോട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ കണ്ട എക്സാമ്പിളിന്. ദാറ്റ് റാം ഇസ് ഈറ്റിംഗ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനൊരു കംപ്ലീറ്റ് തോട്ട് ഉണ്ട്. അണ്ടർസ്റ്റാൻഡ്? പിന്നെ എന്താ? സെൻറ്റൻസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് എ പീരിയഡ്, എക്സ്ക്ലമേഷൻ പോയിന്റ് ഓർ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ പീരിയഡ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഫുൾ സ്റ്റോപ്പിനെയാണ് കേട്ടോ. നമ്മൾ കുത്തിടില്ലേ? മിക്ക കുട്ടികളിലും ഇപ്പോഴും കാണാത്ത ഒരു ക്വാളിറ്റിയാണ് സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ സെൻറ്റൻസ് എൻഡ് ചെയ്യുമ്പോൾ വി ഷുഡ് എൻഡ് ഇറ്റ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ് ഓർ എക്സ്ക്ലമേഷൻ മാർക്ക് ഓർ ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളത് പലരും ഇപ്പോഴും ഫോളോ ചെയ്യാറില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ്. അണ്ടർസ്റ്റുഡ്? നൗ an independent clause or a group of words that can stand alone as an independent thought is a complete sentence. അത് അവിടെ നിൽക്കട്ടെ, ആ ഒരു ഐഡിയ അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ I want to introduce you to types of sentences. Understood? ഒരു സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിയേ. സരിത caught jaundice on her way to Mumbai. She suffered a lot and she recovered after a month. അണ്ടർസ്റ്റുഡ്? ഈ 3 സെൻറ്റൻസസിൻ്റെ പ്രത്യേകത എന്താ? ഇത് 3 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആണ്. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇൻഡിപെൻഡൻറ്റ്? ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ, ദാറ്റ് ഇസ് ഫ്രീ ഫ്രം ഡിപ്പെൻഡിങ് അതേഴ്സ്. ഇൻഡിപെൻഡൻസ് നമുക്കറിയാം അല്ലേ? വിതൗട്ട് ഡിപ്പെൻഡിങ് അതേഴ്സ് എന്നാണ്. അപ്പോൾ ഈ 3 സെൻറ്റൻസസും ഈവൻ ദോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് വൺ സെൻറ്റൻസ്, ഇത് 3 കൂടി നമുക്ക് ഒരു സെൻറ്റൻസ് ആക്കി കണക്കാക്കാൻ പറ്റിയാലും ഇതിൽ 3 ക്ലോസസ് ഉണ്ട്. കണ്ടോ? 3 ഡിവിഷൻസ് ഏതൊക്കെയാണ്? സരിത കോട്ട് ജോണ്ടിസ് ഓൺ ഹർ വേ ടു മുംബൈ എന്നുള്ളത് ആദ്യത്തെ പാർട്ട്. ഷീ സഫേർഡ് എ ലോട്ട് എന്നുള്ളത് രണ്ടാമത്തെ പാർട്ട്. ഷീ റിക്കവേർഡ് ആഫ്റ്റർ എ മന്ത് എന്നുള്ളത് 3ാമത്തെ പാർട്ട്. ഇങ്ങനെ 3 പാർട്സ് അടങ്ങുന്ന ഒരൊറ്റ സെൻറ്റൻസ് ആണ് ഈ നമ്മളിപ്പോൾ കണ്ടത്. അണ്ടർസ്റ്റുഡ്? ദീസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആർ ഓൾസോ കേപ്പബിൾ ഓഫ് സ്റ്റാൻഡിങ് അലോൺ ആസ് സെപ്പറേറ്റ് സെൻറ്റൻസസ്. അത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അതായത് സരിത കോട്ട് ജോണ്ടിസ് ഓൺ ഹർ വേ ടു മുംബൈ, ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ അല്ലേ? ഇതിന് കൂടുതൽ നമുക്ക് ഒരു കംപ്ലീറ്റ് തോട്ട് വരണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് ഷീ സഫേർഡ് എ ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ട. ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ് വിത്ത് എ കംപ്ലീറ്റ് തോട്ട്. And she recovered after a month. That is also a complete sentence with a complete thought.
ഈ 3 ക്ലോസസിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് എന്നാണ് വിളിക്കുക. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലോസ് ഉള്ളത് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താ? whereas a dependent clause does not make a complete sentence as it cannot stand alone. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് വിളിക്കുക. പ്ലീസ് ഡു നോട്ട് കൺഫ്യൂസ് ബിറ്റ്വീൻ ദ ടു. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ആലോചിക്കുക നിങ്ങൾ. ഫ്രീഡം, ഇൻഡിപെൻഡൻസ്. ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ വിതൗട്ട് ഡിപ്പെൻഡിങ് അതേഴ്സ്. നേരെ മറിച്ച് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് നീഡ്സ് ദ ഹെൽപ്പ് ഓഫ് another clause or another set of words to stand alone. It cannot stand alone by itself. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് വിളിക്കുക. അണ്ടർസ്റ്റുഡ്? ബട്ട് ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് അലോൺ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആകും. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. When I was at school, I used to sing patriotic songs. അണ്ടർസ്റ്റുഡ്? ഇതിൽ 2 പാർട്ടാക്കി നമ്മൾ നേരത്തെ പോലെ 2 ക്ലോസ് ആക്കി തിരിക്കുകയെന്ന് വിചാരിക്കുക. വെൻ ഐ വാസ് അറ്റ് സ്കൂൾ എന്നുള്ളത് ഒരു ക്ലോസും ഐ യൂസ് ടു സിങ് പാട്രിയോട്ടിക് സോങ്സ് എന്നുള്ളത് മറ്റൊരു ക്ലോസാണ്. സോ ഇതിൽ വെൻ ഐ വാസ് അറ്റ് സ്കൂൾ എന്നുള്ളത് ഒരു കംപ്ലീറ്റ് തോട്ട് ഉണ്ടോ അതിൽ? ടെൽ മീ. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ അല്ലേ, അതിനൊരു ഇൻകംപ്ലീറ്റ്നെസ് ആണ്. ഇനിയും നമുക്ക് ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെയാണത് കാണിക്കുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് തോട്ട്. അത് വേറെ ഒന്നിൻ്റെ ഹെൽപ്പ് വേണ്ടത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? വാട്ട് ഇസ് ദ നെയിം കോൾഡ്? യെസ്, വെരി ഗുഡ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. സോ വെൻ ഐ വാസ് അറ്റ് സ്കൂൾ എന്നുള്ളത് ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇതിലെ മറ്റൊരു ക്ലോസ് ആയിട്ടുള്ളത് ഏതാ? ഐ യൂസ് ടു സിങ് പാട്രിയോട്ടിക് സോങ്സ്. Is there anything to finish in that? No, it is a complete thought with a complete sentence. A complete sentence with a complete thought. I used to sing patriotic songs എന്നുള്ളതിൽ കൂടുതലൊന്നും നമുക്ക് ആഡ് ചെയ്യാനില്ല. It is a complete thought. So it is called an independent clause. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലാണ് 2 ക്ലോസും ഒരുമിച്ച് വരുന്നത്. ഇത് ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമാണ്. മനസ്സിലായില്ലേ? വെൻ ഐ വാസ് അറ്റ് സ്കൂൾ എന്നുള്ളത് ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഐ യൂസ് ടു സിങ് പാട്രിയോട്ടിക് സോങ്സ് എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. എ ക്ലോസ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ ഇസ് കോൾഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് എ ക്ലോസ് ദാറ്റ് കനോട്ട് സ്റ്റാൻഡ് അലോൺ ഇസ് കോൾഡ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. Okay, a sentence can be divided into 2, an independent clause or a dependent clause. We saw examples. One more example is given there. You people have to tell me. Okay, bring your own bag when you go shopping in the supermarket. Bring your own bag when you go shopping in the supermarket. We can divide this into 2 clauses. Please tell me. Oh, there is one independent clause and one dependent clause. Which are they? Please tell me. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അത് കറക്റ്റാണ് മോള് പറഞ്ഞത്. ബട്ട് ഇൻ ദിസ് സെൻറ്റൻസ് ഏതാണത്? ഒന്ന് കണ്ടുപിടിച്ചേ. ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെൻറ്റൻസിനെ. ബ്രിങ് യുവർ ഓൺ ബാഗ് എന്നുള്ളതാണോ വെൻ യു ഗോ ഷോപ്പിംഗ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ് എന്നുള്ളതാണോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്? കണ്ടുപിടിക്കുക. ബ്രിങ് യുവർ ഓൺ ബാഗ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. വെരി ഗുഡ്, വെരി കറക്റ്റ്. അപ്പോൾ മറ്റേത് എന്താണ്? ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഷോപ്പിങ്ങിന് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ അതൊക്കെ ഒരു കംപ്ലീറ്റ് ഐഡിയ അല്ല. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അതുപോലെ തന്നെ ഇവിടെ കുറേ സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. വി വിൽ ഡു ഇറ്റ് ലേറ്റർ. ആക്ടിവിറ്റി ഒക്കെ നമുക്ക് പിന്നീട് സമയം കിട്ടുമ്പോൾ ചെയ്യാം. ഓക്കെ.